വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിസിനസ്സിനെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിസ്ഥിതികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഇന്നത്തെ ടോപ്പിക്കിൽ പ്രധാനമായും 5 ബിസിനസ് ഡയമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾക്ക് പ്രതിപാദിക്കാനുള്ളത്. എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കുന്ന ബിസിനസ്സിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി, സാമൂഹിക പരിസ്ഥിതി, സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള പരിസ്ഥിതി, രാഷ്ട്രീയമായ പരിസ്ഥിതിയും അതോടൊപ്പം നിയമപരമായിട്ടുള്ള പരിസ്ഥിതി. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 5 ബിസിനസ് പരിസ്ഥിതികളെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഒന്നാമത്തെ ബിസിനസ് പരിസ്ഥിതിയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. സോ എക്കണോമിക് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് മാക്രോ ലെവൽ ഫാക്ടേഴ്സ്, മിക്സഡ് ഇക്കോണമി ടൈപ്പ്, എക്കണോമിക് സ്ട്രക്ചർ എക്സെട്ര. ഏത് രീതിയിലുള്ള എക്കണോമിയിലാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകുന്നത്, അതോടൊപ്പം ഏത് തരം എക്കണോമിക് സ്ട്രക്ചറാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വലിയ ഒരു ഭാഗമാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ് അറിയപ്പെടുന്നത്. സോ ഇതിൽ പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നതാണ് ഇൻഡസ്ട്രിയൽ പോളിസീസ്, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്. സാമ്പത്തികമായിട്ടുള്ള പണപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വരുന്ന ഒരു ഭാഗമാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. ദെൻ 5 ഇയർ പ്ലാൻസ്. ഇന്ത്യയിൽ നമുക്കറിയാം നമ്മുടെ 5 ഇയർ പ്ലാൻസ് ആൻഡ് ആനുവൽ ബജറ്റ് ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. 5 ഇയർ പ്ലാനിൽ ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻസ്, പുതിയ നീക്കങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരാറുണ്ട്. ദെൻ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, റേറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് GNP, നമ്മുടെ GDPയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഭാഗമാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ്സ് എ മാക്രോ ലെവൽ ഫാക്ടർ എന്ന് പറയുന്നത്. എക്കണോമിക് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് എക്കണോമിക് റിഫോംസ് എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് എക്കണോമിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റത്തിനെയാണ് എക്കണോമിക് റിഫോംസ് എന്നറിയപ്പെടുന്നത്. ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 നിലവിൽ വന്നിട്ടുള്ള ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, അതിനെയാണ് എക്കണോമിക് റിഫോംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 കോൺസെപ്റ്റുകളാണ് ഈ ഒരു എക്കണോമിക് റിഫോംസിലൂടെ നമ്മൾക്ക് ലഭ്യമായത്. കേട്ടിട്ടുണ്ടാവും അല്ലേ? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായി എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ട് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസിങ്. നിർബന്ധമായിട്ടും ലൈസൻസിങ് ഒക്കെ ആവശ്യമുള്ള ഇൻഡസ്ട്രികളുടെ എണ്ണം പരമാവധി കുറച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ ക്യാരിഡ് ഔട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച ഭാഗമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഷെയറുകളൊക്കെ പിൻവലിക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. സോ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പിലാക്കിയതും ഇക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ദി എസൻസ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഈസ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ 3 കോൺസെപ്റ്റുകളാണ് ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് അറിയപ്പെട്ടുള്ളത്. സോ എക്കണോമിക് റിഫോംസ്, that means new industrial policy of 1991. So they have 3 important concepts here: liberalization, privatization and globalization. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ അല്ലെങ്കിൽ ഇക്കണോമിക് റിഫോംസിൻ്റെ ഏറ്റവും ആദ്യത്തെ ആസ്പെക്റ്റ് ആണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. സോ ലിബറലൈസേഷൻ മീൻസ് റിമൂവിങ് ഓർ റിലാക്സിങ് ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ പല നിയന്ത്രണങ്ങളും എടുത്തു കളയുകയോ അല്ലെങ്കിൽ അതിനെ റിലാക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തതിനെയാണ് ലിബറലൈസേഷൻ എന്നറിയപ്പെടുന്നത്. ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം ദ ലെജിസ്ലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എക്കോണമിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ്, റൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരുപാട് കൺട്രോളിനൊക്കെ നമ്മൾ ലിബറലൈസ് ചെയ്ത് കൊടുത്തതിനെയാണ് ലിബറലൈസേഷൻ എന്നുള്ള പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അബോളിഷൻ ഓഫ് ലൈസൻസ് റിക്വയർമെൻറ്റ്. പല ബിസിനസ്സിനും ആവശ്യമായിട്ടുള്ള ലൈസൻസിങ് ഒക്കെ എടുത്തു കളഞ്ഞു. ഫ്രീഡം ഓഫ് ഡിസൈഡിങ് സ്കെയിൽ ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ്സാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കാനുള്ള ഫ്രീഡം നൽകിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ലിബറലൈസേഷൻ. അതുപോലെ തന്നെ ഫ്രീഡം ഇൻ ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഫിക്സേഷനിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളെയൊക്കെ പരമാവധി റിമൂവ് ചെയ്ത്
ലിബറലൈസ് ചെയ്ത് കൊടുത്ത ഒരു കോൺസെപ്റ്റാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. സോ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്, പല ടാക്സ് റേറ്റുകളും ടാക്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റി എഴുതിയ ഒരു ഭാഗമാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സിംപ്ലിഫൈങ് ദ പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഈ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിങ്ങിലൊക്കെ കൃത്യമായിട്ടുള്ള വളർച്ച നമ്മുടെ രാജ്യത്തിന് നേടാൻ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ലിബറലൈസേഷൻ. Then the next aspect of new industrial policy, that is privatization, the process of selling government assets to private buyers. ഗവൺമെൻറ് അസറ്റുകളെ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോപ്പർട്ടീസിനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള പല കാര്യങ്ങളും ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്, ഏജൻസി ഓർ പബ്ലിക് സർവീസ് ഫ്രം ദ പബ്ലിക് സെക്ടർ ടു ദി പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിൽ നിന്നും ഇപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ കൈകളിലായിരുന്ന പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ഓണർഷിപ്പിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അതിനെ എടുത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. Privatization aims at providing greater role to the private sector in the nation building process and reducing the role of public sector. പലപ്പോഴും വ്യാപകമായിട്ടുണ്ടായിരുന്ന പബ്ലിക് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറയ്ക്കുകയും അതോടൊപ്പം കൂടുതൽ ഡെവലപ്മെൻറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം പബ്ലിക് സെക്ടറിനെയൊക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ റീഡിഫൈൻ ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് എൻകറേജ്ഡ് പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ റോളിനെ പുനർനിശ്ചയിക്കുകയും അതോടൊപ്പം പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് രാജ്യത്ത് പ്രൈവറ്റ് സെക്ടറിലൂടെ വളർച്ച കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എ പാർട്ട് ഓഫ് പ്രൈവറ്റൈസേഷൻ. ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നിലവിൽ വന്നത്. ഗവൺമെൻറ്റിന് പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ഷെയറൊക്കെ അതൊക്കെ ഗവൺമെൻറ് പിൻവലിക്കുകയും ആ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുകയും അത് പ്രൈവറ്റ് പാർട്ടീസിന് വിട്ടുകൊടുക്കുകയും ചെയ്തതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡീറിസർവേഷൻ ഓഫ് ഏരിയാസ് ഫോർമർലി റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് മാറ്റിവെച്ച കുറേ ഭാഗങ്ങൾ, കുറേ ഏരിയ, കുറേ പ്രവർത്തനങ്ങൾ അതൊക്കെ പതിയെ പതിയെ പ്രൈവറ്റ് സെക്ടറിന് കൂടി വിട്ടുകൊടുത്ത ഒരു കോൺസെപ്റ്റാണ് പ്രൈവറ്റൈസേഷൻ. സോ എക്കണോമിക് റിഫോംസിലെ മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ എന്നറിയപ്പെടുന്നത്. സോ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ ഗ്ലോബലൈസേഷൻ മീൻസ് ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ബിസിനസ്സിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഈ ഒരു കോൺസെപ്റ്റിലൂടെയാണ്. സോ ഇൻറ്റഗ്രേഷൻ ഓർ ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ്. വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം ക്രിയേറ്റ് ചെയ്യുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പരസ്പര കച്ചവടങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് ഗ്ലോബലൈസേഷനിലൂടെ നിലവിൽ വന്നത്. Integration of various economies of the world leading towards the emergence of a global economy. വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ ഇക്കോണമിയിൽ നയിച്ചു കൊണ്ടുപോയിരുന്ന ബിസിനസ്സൊക്കെ ഗ്ലോബൽ ഇക്കോണമി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, അതല്ലെങ്കിൽ എമർജൻസ് ഓഫ് എ ഗ്ലോബൽ വില്ലേജ്, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദി ഗ്ലോബൽ ഇക്കോണമി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ എല്ലാ രാജ്യങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാനും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതോടൊപ്പം ലേബർ തൊഴിലാളികളെ കൈമാറ്റം ചെയ്യാനൊക്കെ നമുക്ക് പറ്റിയത് ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ദിസ് ഗ്ലോബലൈസേഷൻ. It involves increased level of interaction and interdependence among the various nations. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾക്കും അതോടൊപ്പം ഇൻ്റർഡിപ്പെൻഡൻസ് പരസ്പര ധാരണകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലോബലൈസേഷൻ സഹായകമായിട്ടുണ്ട്. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക് റിഫോംസ് ഓർ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991. സോ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ പരിസ്ഥിതിയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സാമൂഹിക പരിസ്ഥിതി എന്നറിയപ്പെടുന്നത്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ നമ്മൾ ഏത് സമൂഹത്തിലാണോ ബിസിനസ് ചെയ്യുന്നത് ആ സമൂഹത്തിൻ്റെ ഫീച്ചേഴ്സാണ് സോഷ്യൽ എൻവയോൺമെൻ്റ് ആയിട്ട് പറയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് സോഷ്യൽ ഫോഴ്സസ് ലൈക്ക് കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്, സോഷ്യൽ ട്രെൻഡ്സ് എക്സെട്ര. സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കസ്റ്റംസ്, ട്രഡീഷൻസ്, അവർ ഫോളോ ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന സോഷ്യൽ ട്രെൻഡ്, നമ്മളെ മുമ്പിലുള്ള ട്രെൻഡ് എന്താണോ ഇതൊക്കെയാണ് സോഷ്യൽ എൻവയോൺമെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. സോഷ്യൽ ട്രെൻഡ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ ആസ് ത്രെഡ്സ് ടു ബിസിനസ്. പലപ്പോഴും സൊസൈറ്റിയിൽ വരുന്ന ഇത്തരം ട്രെൻഡുകളാണ് ഒരു ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം പല സമയത്തും ഇത് നമ്മൾക്കൊരു
ത്രെട്ടായിട്ടും നമുക്കൊരു ഭീഷണിയായിട്ടും മാറാറുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം സോഷ്യൽ ആസ്പെക്റ്റുകളെ, സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ട്രെൻഡ്സ് കൂടി മനസ്സിലാക്കുകയും അതിനെ കൂടി പരിഗണിക്കുകയും സൊസൈറ്റിയിലെ ആളുകളെയും സൊസൈറ്റിയെയും ചുറ്റുപാടിനെയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ബിസിനസ്സിനെ പലപ്പോഴും ബാധിക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. കാരണം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ ദിവസവും ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിനെ കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു ബിസിനസ്സിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇറ്റ് ഇൻക്ലൂഡ് ഫോഴ്സസ് റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്. പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് കൂടി മനസ്സിലാക്കുന്നതിനെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇന്നോവേഷൻസ് വിച്ച് പ്രൊവൈഡ് ന്യൂ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്. പുതിയ രീതിയിൽ നമ്മൾക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിനേക്കാൾ ഉപരിയായി അതിനേക്കാൾ മെച്ചമുള്ള, അതിനേക്കാൾ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള, അതിനേക്കാൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പുതിയ മെഷീനറികൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കണ്ടെത്തുക, പുതിയ രീതികൾ കണ്ടെത്തുക. ഇതിനെയൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദ ടെക്നിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് എ ബിസിനസ്. ഒരുപാട് ബിസിനസ് ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇത്തരം ന്യൂ ടെക്നോളജി, ന്യൂ ഇന്നോവേഷൻസ്, ന്യൂ ഓപ്പറേറ്റിംഗ് ടെക്നിക്സിനെയൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്നുള്ള പേരിൽ ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയിൽ അറിയപ്പെടുന്നത്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് ഹ്യൂമൻ നോളജ്, വർക്ക് മെത്തേഡ്, ഫിസിക്കൽ എക്യുപ്മെൻറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് വേരിയസ് പ്രോസസ്സിംഗ് സിസ്റ്റം. എല്ലാ മേഖലയിലും ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് മെത്തേഡ് ആയിക്കോട്ടെ, ഫിസിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, മെത്തേഡ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മെഷീനറിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൂടി അനുസരിക്കുക അല്ലെങ്കിൽ അതിനെ കൂടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, ദ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ബിസിനസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഒരു രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് നിലവിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും അതല്ലെങ്കിൽ ആ രാജ്യത്ത് നിലവിലുള്ള ഗവൺമെൻറ് ബിസിനസ് സ്ഥാപനങ്ങളോട് ഉള്ള സമീപനം, അവരുടെ പോളിസീസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ജനറൽ സ്റ്റെബിലിറ്റി ആൻഡ് പീസ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവൺമെൻറ്റിൻ്റെ സുസ്ഥിരത, അതോടൊപ്പം ബിസിനസ്സിനോടുള്ള സർക്കാർ നയം, ഇവയൊക്കെയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത്. സ്പെസിഫിക് ആറ്റിറ്റ്യൂഡ് ഓഫ് എലക്റ്റഡ് ഗവൺമെൻറ് ടുവേർഡ്സ് ബിസിനസ്. നിലവിലുള്ള ഗവൺമെൻറ്റിന് ബിസിനസ്സിനോടുള്ള നയം, അവരുടെ പോളിസി ഏത് രീതിയിലാണോ അതനുസരിച്ച് പലപ്പോഴും നമ്മൾ ബിസിനസ്സിനെ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. സോ ദീസ് ആർ ദ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ് legal environment. So legal environment defines about the legal structure of a country. ഒരു രാജ്യത്ത് നിലവിലുള്ള ലീഗൽ സ്ട്രക്ചർ എന്താണോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രീതി എന്താണോ അതിനെയൊക്കെയാണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് വേരിയസ് ലെജിസ്ലേഷൻസ് പാസ്ഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു രാജ്യത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഓരോ ഏജൻസികളും എടുക്കുന്ന തീരുമാനങ്ങൾ, ഇവയൊക്കെയാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നത്. സോ കോർട്ട് ജഡ്ജ്മെൻറ്റ്, ഓരോ സമയത്തും കൃത്യമായിട്ട് കോടതികൾ ഇടപെടുകയും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മൊത്തം ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ, രാജ്യത്തിനെ ബാധിക്കുന്ന രീതിയിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും ചെയ്യപ്പെടുന്നു. ഇതൊക്കെ അനുസരിക്കാൻ നമ്മുടെ ബിസിനസ്സും അല്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കുന്ന ബിസിനസ്സും ബാധകമാണ്. ഡിസിഷൻസ് റെൻഡേർഡ് ബൈ വേരിയസ് കമ്മീഷൻസ് ആൻഡ് ഏജൻസീസ് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോക്കൽ ലെവൽ. ലോക്കൽ ലെവലിലും അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ ലെവലിലാണെങ്കിൽ പോലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്മീഷൻസ് ഓർ ഏജൻസികളൊക്കെ എടുക്കുന്ന ലീഗൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ റൂൾസ്, ഇതൊക്കെ ബാധകമാവുന്നതിനെയാണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്നുള്ള പേരിൽ ബിസിനസ് അറിയപ്പെടുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമപരമായിട്ടുള്ള വസ്തുതകളും അംഗീകരിക്കുക എന്നുള്ളതും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലീഗൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതല്ലെങ്കിൽ ഇത്തരം ലീഗൽ റൂൾസിനെ കുറിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഇത്തരം കമ്മീഷൻസ് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട 5 ബിസിനസ് എൻവയോൺമെൻറ്റുകൾ നമ്മൾ പറഞ്ഞത്. എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. Then, what are the impact of changes in government policy on business and industry?
ഗവൺമെൻറ് പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസി ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഒന്നാമത്തെ കാര്യം ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. ഓർഗനൈസേഷൻ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടാൻ ഇത്തരം ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ് ചേഞ്ചസ് ഒക്കെ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. പലപ്പോഴും ഗവൺമെൻറ് പോളിസിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളൊക്കെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ അടക്കമുള്ള കടന്നുവരവ്, എക്കണോമിക് റിഫോംസിലൂടെ വന്നിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഈ കോൺസെപ്റ്റുകളുടെയൊക്കെ കടന്നുവരവൊക്കെ ഡിമാൻഡിങ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം റാപ്പിഡ് ചേഞ്ച് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ബിസിനസ്സിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ന് നമുക്കറിയാം ഓരോ ദിവസവും ദൈനംദിനം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഒരു കാരണമാണ്. നെസസിറ്റി ഫോർ ചേഞ്ച്. എല്ലാ ബിസിനസ്സുകളും കൃത്യമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് ഈ ഗവൺമെൻറ് പോളിസിയുടെയൊക്കെ മാറ്റങ്ങൾ ബിസിനസ്സിനെ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. കൃത്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള, എക്യുപ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ബിസിനസ്സിന് സഹായകമായി. ദെൻ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. കുറച്ചുകൂടി മാർക്കറ്റ് അധിഷ്ഠിതമായി, മാർക്കറ്റ് ഓറിയൻറ്റഡായി ബിസിനസ് ചെയ്യാനും മാർക്കറ്റിൽ കൃത്യമായിട്ട് വിഭവങ്ങൾ എത്തിക്കപ്പെടാനും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടിയ നിലയ്ക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പലപ്പോഴും ആ ഒരു രീതിയിലേക്ക് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് കടന്നു കയറി വരികയും, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മാർക്കറ്റ് ഓറിയൻറ്റഡായിട്ട് ബിസിനസ് ചെയ്യാൻ ഓരോ ബിസിനസ്സിനെ സഹായിച്ചു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ചേഞ്ചസിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ലോസ് ഓഫ് ബജറ്ററി സപ്പോർട്ട് ടു പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിനുണ്ടായിരുന്ന ബജറ്ററി കൺട്രോൾ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് പോളിസി മാറിക്കഴിഞ്ഞപ്പോൾ ബജറ്ററി സപ്പോർട്ട് എന്നുള്ളത് എടുത്തു കളയപ്പെട്ടു. നമ്മളത് ആ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറയ്ക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും പബ്ലിക് സെക്ടറിനെ ബജറ്റിലൂടെ പിടിച്ചു നിർത്തുക, ബജറ്റിലൂടെ കൃത്യമായിട്ട് ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. കാരണം അതൊക്കെ പതിയെ പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് പോളിസിയിലൂടെ അല്ലെങ്കിൽ ഇക്കണോമിക് റിഫോംസിലൂടെ നടന്നിട്ടുള്ളത്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്ക് ഉണ്ടായിട്ടുള്ള, ബിസിനസ്സിനുണ്ടായിട്ടുള്ള ചെറിയ കുറച്ച് മാറ്റങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. സോ വളരെ പ്രധാനപ്പെട്ട ബിസിനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.